പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള ആറന്മുളയുള്ള ക്ഷേത്രമാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രം. അതിൽ നമ്മൾ രാത്രി ഇവിടുന്ന് പോവുക ചെയ്യുക. രാവിലെ അവിടെ എത്തിയിട്ട് ഫ്രഷപ്പ് കഴിഞ്ഞിട്ട് 2-3 ക്ഷേത്രങ്ങൾ ആദ്യം ദർശിക്കും. അത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് വെള്ളസദ്യ എന്ന് പറഞ്ഞൊരിതുണ്ട്. പള്ളിയോട സേവാസമിതി നടത്തുന്ന ആറന്മുള വെള്ളസദ്യ. ആ വെള്ളസദ്യ ഉൾപ്പെടെയാണ് ഈ പാക്കേജിലുള്ളത്. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ ദർശിച്ച് വെള്ളസദ്യയും ഈ പള്ളിയോടങ്ങളും കണ്ടിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രദർശനം പൂർണ്ണമാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ വേറൊരു ക്ഷേത്രമുണ്ട് അവിടെ വൈകുന്നേരം നട തുറക്കുന്ന കുന്തിദേവീൻ്റെ ഒരു ക്ഷേത്രം. അത് കണ്ട് ആറന്മുള കണ്ണാടി നിർമ്മാണം ആ ആറന്മുള ക്ഷേത്രവും സന്ദർശിച്ചിട്ടാണ് വൈകുന്നേരം മടങ്ങുക. നല്ലൊരു പ്രോഗ്രാമാണ്. അത് 60ഓളം വിഭവങ്ങളുള്ള ഒരു സദ്യയാണ് ഈ വെള്ളസദ്യ എന്ന് പറയുന്നത്. അതായത് പല വിഭവങ്ങളും ഒരു പാട്ടിലൂടെ പാടിയിട്ടാണ് നമുക്ക് വിഭവങ്ങൾ തരിക. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ആ പാടുന്ന വിഭവങ്ങൾ നമ്മൾ ചോദിച്ചാൽ നമുക്കത് വിളമ്പി തരും. അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ ഉൾപ്പെട്ട ഒരു സദ്യയാണിത്. കുന്തിദേവിയുടെ ക്ഷേത്രത്തിനുള്ള പ്രത്യേകതകൾ ഒരു ഗുഹാക്ഷേത്രമാണ്. വൈകുന്നേരം സമയങ്ങളിലാണ് ഇത് തുറക്കുക. ഉച്ച ശേഷമാണ് അതിൻ്റെ നട തുറക്കുക. അപ്പോൾ രാത്രി ഒരു 9 മണിക്ക് പുറപ്പെട്ടിട്ട് പുലർച്ചെ അവിടെ എത്തും. പുലർച്ചെ അവിടെ നിന്ന് ഫ്രഷപ്പ്. അത് കഴിഞ്ഞിട്ട് രാവിലെ 6 മണിയോടുകൂടി ക്ഷേത്രങ്ങൾ ദർശിച്ച് 11 മണിക്കാണ് ഈ വെള്ളസദ്യ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പള്ളിയോടങ്ങളെ വരവുണ്ടാവും. അത് കണ്ടിട്ട് വെള്ളസദ്യ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഈ കുന്തിദേവീൻ്റെ ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം പോവുക. അത് കഴിഞ്ഞ് ആറന്മുള കണ്ണാടി ആറന്മുള ക്ഷേത്രം ദർശിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു പോരും. പുലർച്ചെ ഒരു 4 മണിയോട് കൂടി തിരിച്ച് കോഴിക്കോട് എത്തുന്ന വരുന്നു. ബഡ്ജറ്റ് വരുന്നത് 1850 രൂപയാണ് അതിന് വരുന്നത്, റേറ്റ് വരുന്നത്.